ഇടിയൻ ചക്ക ഉണ്ടാക്കാനുള്ള ചക്ക മുറിച്ചെടുക്കുകയാണ്. അപ്പം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പശ കൂടുതൽ കത്തിയിലൊന്നും ആവില്ല. പശ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തയ്യാറാക്കാൻ പോണത് ഇടിയൻ ചക്കയാണ്. അതിന് വേണ്ട ചക്ക നേരത്തെ നമ്മൾ തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കുകയാണ്. ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത് കുക്കറിലിട്ട് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കണം. ഒരു കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ചേരുവകൾ: തേങ്ങ ഒരു മുറി ചെറിയത്, 2 തണ്ട് വേപ്പില, ഉപ്പ്, ചെറിയുള്ളി ചതച്ചത്, 2 വെളുത്തുള്ളി അതോടൊപ്പം ചതച്ച് വെച്ചിട്ടുണ്ട്, കടുക്, വറ്റൽമുളക് ചതച്ചെടുത്തതാണ്, മഞ്ഞൾപ്പൊടി നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ. ചക്ക അവിടെ വേവട്ടെ. അതിലേക്ക് വേണ്ട ഈ മസാല തയ്യാറാക്കാൻ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കത്തിക്കുകയാണ്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ചതച്ച് വെച്ച വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണോ 3 ടീസ്പൂണോ നിങ്ങൾക്ക് പാകത്തിന് എരിവിൻ്റെ ഇതനുസരിച്ച് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ കുത്ത് മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. വറ്റൽമുളക് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി നല്ലോണം ഇങ്ങനെ മൊരിക്കണം. തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ ഇളക്കി അതിനെ വേവിക്കണം. 2 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം ചക്ക വെന്തിട്ടുണ്ടോന്ന്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ചെടുക്കാം. ചക്ക ഇടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം വെന്ത് പൊടിഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. നല്ല പാകമായിട്ടുണ്ട്. തൊലി മാത്രമേ നമ്മൾ കളഞ്ഞുള്ളൂ. അതിൻ്റെ ഉള്ളിലെ എല്ലാം ഔഷധഗുണമുള്ള നാരുകളടങ്ങിയ ചക്ക, ഇടിയൻ ചക്ക. പണ്ടൊക്കെ ആളുകൾ ഇത് ചക്കക്കാലായാൽ എല്ലാ വീടുകളിലും ഉണ്ടാക്കി കഴിക്കും. ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കാരണമാണ്. പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഇത് നമുക്ക് വേണ്ട പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി എല്ലാം കൂടി നല്ല മിക്സായിട്ട് വരുമ്പോൾ, നന്നായി ചൂടാവുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം. അങ്ങനെ നമ്മളെ ഇടിയൻ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം.